യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിയേക്കും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ യമനിൽ നിർണായക ചർച്ചകൾ തുടരുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദിയാധന സംബന്ധിച്ച് ചർച്ച നടത്താൻ പ്രത്യേക പ്രതിനിധിയെ യമനിലേക്ക് അയക്കും. ഇസ്ലാം മതവിശ്വാസപ്രകാരം വഴികൾ തേടുകയാണെന്ന് കുടുംബക്കാർ മുഴുവൻ സമ്മതിക്കാതെ ശിക്ഷ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചു. യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് കുടുംബക്കാർ മുഴുവനും സമ്മതിക്കാതെ വിട്ടുകൊടുക്കാൻ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വീട്ടുകാർ മുഴുവനും സമ്മതിക്കുമോ ഇല്ലേ എന്ന ചർച്ചയിലാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിയാസുലിന്റെ വിവരങ്ങളുമായി പിയാസുൽ, ഇപ്പോൾ യമനിലെ മതപണ്ഡിതരുമായുള്ള ചർച്ചയിലാണ് കാന്തപുരത്തിന് പ്രതീക്ഷ. അതിൽ ഖുറാനുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളും പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കാന്തപുരം ചൂണ്ടിക്കാണിക്കുകയാണ്. സമയമാണ് പ്രശ്നം. നാളെയാണ് വധശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നീട്ടി നൽകൽ അതിലേക്ക് ആദ്യം നീങ്ങുമോ? അതിനാണോ ആദ്യം ശ്രമങ്ങളും? നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ പ്രഖ്യാപിച്ചിരിക്കെ മോചനത്തിനായുള്ള ശ്രമം, വധശിക്ഷ നീട്ടിവെക്കാനുള്ള ശ്രമം ഒരു വശത്ത് തുടരുകയാണ്. സുപ്രീം കോടതിയിലേക്ക് ഹർജി പോയെങ്കിലും സുപ്രീം കോടതിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാകുമെന്നുള്ള കാര്യമാണ് കോടതി ചോദിച്ചത്. യമൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതും പ്രശ്നങ്ങളിൽ ഇടപെടലിനുള്ള സാധ്യത കുറച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും പറ്റാവുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ തലാലിന്റെ കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെടുക്കേണ്ടത്. സുനിൽ, ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടൽ മതപണ്ഡിതരുമായുള്ള ചർച്ചയാണ്. അതിന് പ്രതിനിധി അയക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അടിയന്തരമായി വധശിക്ഷ നീട്ടിവെക്കുക എന്നതാണ് ആലോചന. അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം നീങ്ങിയിരിക്കുന്നു സുനിൽ? ജിമ്മി ജെയിംസിന്റെ വിവരങ്ങളായി. ജിമ്മി, ഈ നിമിഷപ്രിയയുടെ മോചനം എന്നതിനപ്പുറം ആദ്യം വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. നാളെയാണല്ലോ ആ ദിവസം. എന്താണ് ഇപ്പോൾ കാന്തപുരത്തിന്റെ നീക്കം എത്രത്തോളം പുരോഗമിക്കുന്നു? എന്താണ് നമുക്ക് അറിയാനാകുന്നത്? സ്മൃതി, ശുഭകരമായ വാർത്തകളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷം ഇന്നും ചർച്ച നടക്കുന്നു. കൊല്ലപ്പെട്ട യമനി യുവാവിന്റെ സഹോദരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ. ഇന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യത തെളിയുകയാണ്. അതോടൊപ്പം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രതിനിധി അങ്ങോട്ട് അയക്കാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരികയാണ്. ഇന്നലെ മുതൽ നടന്ന ചർച്ചകൾ വളരെ പെട്ടെന്ന് കാര്യമായ ഫലം കാണലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതുകൊണ്ട് തന്നെ ബുധനാഴ്ച നടക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരുന്ന വധശിക്ഷ മാറ്റിവെക്കാൻ പോകുന്നു. ചുരുക്കത്തിൽ ചർച്ചകൾ തുടരും. കുടുംബം ആദ്യമായി കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബം ചർച്ചകൾക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല മതപണ്ഡിതന്മാർ നേരിട്ടിടപെടുന്നു. 3, കേരളത്തിൽ നിന്ന് കാന്തപുരത്തിൻ്റെ ഒരു പ്രതിനിധി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. വളരെ ശുഭകരമായ നീക്കം. നാളെ വധശിക്ഷ നടക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിമിഷപ്രിയയ്ക്ക് കുറച്ചുകൂടി സമയം നീട്ടിക്കിട്ടുന്നു. അതാണ് ആശ്വാസകരമായ കാര്യം. ഇപ്പോൾ ജിമ്മി, ഇപ്പോൾ ദിയാധനമാണല്ലോ ഒരു പ്രതീക്ഷ. ഈ കുടുംബത്തെ ആ തരത്തിൽ അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയെങ്കിൽ അതിൽ കുടുംബവുമായുള്ള തലാലിന്റെ കുടുംബവുമുള്ള ചർച്ചയിൽ യമനിലെ മതപണ്ഡിതർ ചെല്ലും എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദിയാധനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും കുടുംബം തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇത് സംബന്ധിച്ച ചർച്ചകളും മറ്റും ആളുകൾ നടന്നിരുന്നതാണ്. പക്ഷേ ഇന്നലെയോടുകൂടി ആ സ്ഥിതി മാറിയിരിക്കുന്നു. എന്ന് മാത്രമല്ല ചർച്ചയ്ക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരു അംഗം എത്തിയിരിക്കുകയും ചെയ്യുന്നു. ദിയാധനം വഴി ഈ വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടും എന്നുള്ളൊരു സൂചനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ചർച്ചയ്ക്ക് വന്നു. 2, വധശിക്ഷ വേണമെങ്കിൽ മാറ്റിവെക്കാം, നീട്ടിവെക്കാം എന്നതിലേക്ക് അധികൃതരെത്തുന്നു. അതുതന്നെ ഈ ചർച്ച മുന്നോട്ട് നീങ്ങുന്നു, ശുഭകരമായി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഏതായാലും പ്രതീക്ഷയുടെ വാർത്തയാണ് ഇപ്പോൾ ജിമ്മി നൽകിക്കൊണ്ടിരിക്കുന്നത്. മതപണ്ഡിതരുമായുള്ള ചർച്ച പകുതി ശുഭകരമായ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ വധശിക്ഷ നടന്നേക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ. മോചനമാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിലേക്കുള്ള നടപടികൾ വേഗത്തിലാക്കുന്നു. ഇവിടെ കാന്തപുരത്തിന്റെ ഇടപെടലും മതപണ്ഡിതരുമായുള്ള ചർച്ചയിലും വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബത്തിനുമുള്ളത്.